നമസ്കാരം. ഇറാനെതിരെ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭകർക്കെതിരെ ഭരണകൂടം നടത്തുന്ന അതിശക്തമായ അടിച്ചമർത്തലുകളിൽ പ്രതിഷേധിച്ച് സൈനിക നടപടികൾക്കൊരുങ്ങുകയാണ് ട്രംപ്. ഉടൻ ചർച്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത്. ആക്രമണം മുൻപിലത്തേതിനേക്കാൾ ഭീകരമായിരിക്കുമെന്ന് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാർമർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഭീഷണിയുടെ അന്തരീക്ഷത്തിൽ ചർച്ച സാധ്യമല്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ വ്യോമാക്രമണത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാർമർ. അർമാഡയെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ആവശ്യമെങ്കിൽ അതിവേഗത്തിലും പ്രഹരശേഷിയോടും കൂടി ദൗത്യം അതിവേഗം പൂർത്തിയാക്കാൻ കപ്പൽപ്പട സന്നദ്ധവും പ്രാപ്തവുമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. കരുത്തോടെ, കൃത്യമായ ലക്ഷ്യത്തോടെ വേഗത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയൊരു കപ്പൽപ്പടയാണിത്. എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് ഇതിനെ നയിക്കുന്നത്. വെനസ്വേലയിൽ എന്ന പോലെ വേഗത്തിൽ പ്രഹരശേഷിയോടെ ദൗത്യം പൂർത്തിയാക്കാൻ ഇത് പ്രാപ്തമാണെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത്. അതേസമയം ചർച്ചകളുടെ സാധ്യത ഇറാൻ തള്ളുകയാണ്. സൈനിക ഭീഷണിക്കൊപ്പമുള്ള നയതന്ത്രം ഫലപ്രദമാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. എല്ലാ കക്ഷികൾക്കും ഗുണകരമാകുന്ന രീതിയിലായിരിക്കണം കരാറെന്നും ആണവായുധങ്ങൾ പാടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചർച്ച വേണമെങ്കിൽ ഭീഷണിയും യുക്തിരഹിതമായ ആവശ്യങ്ങളും നിർത്തണമെന്നതാണ് ഇറാന്റെ മറുപടി. ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കൂടുതൽ ശക്തമായി. ഇറാനെതിരെ അയൽ രാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ ജലപാതയോ ഉപയോഗിച്ചാൽ അവരെ ശത്രുക്കളായി കണക്കാക്കുമെന്ന് IRGC കമാൻഡർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAEയും സൗദിയും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള ക്യാരി സ്ട്രൈക്ക് ഗ്രൂപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ദക്ഷിണ ചൈന കടലിൽ നിന്നുമാണ് ഈ കപ്പൽ പടയെ അടിയന്തരമായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടത്. 5000-ലധികം നാവികർ, അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ എന്നിവയടങ്ങുന്നതാണ് ഈ സന്നാഹം. കൂടാതെ മേഖലയിലെ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഡിസംബർ മുതൽ ഇറാനിൽ തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഇതിനകം 5000-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട്. US സൈനിക നീക്കം ശക്തമായതോടെ മേഖലയിൽ സംഘർഷാവസ്ഥ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. തങ്ങളുടെ അതിർത്തി ലംഘിച്ചാൽ പൂർണ്ണ തോതിലുള്ള യുദ്ധമുണ്ടാകുമെന്നാണ് റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളും തീവ്ര ശ്രമം നടത്തുകയാണ്. അതേസമയം ഇറാന്റെ അതീവ സുപ്രധാനമായ പാർച്ചിൻ സൈനിക കേന്ദ്രത്തിലുണ്ടായ ദുരൂഹ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്നും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലാണ്. ആണവായുധ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയിക്കുന്ന പാർച്ചിനിലെ സ്ഫോടനത്തിന് പിന്നാലെ വൻ സന്നാഹങ്ങളുമായി അമേരിക്കൻ നാവികസേന മേഖലയിൽ തമ്പടിച്ചത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് പാർച്ചിൻ സൈനിക കോംപ്ലക്സിനുള്ളിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇറാൻ അധികൃതർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഉപഗ്രഹ ചിത്രങ്ങൾ സ്ഫോടനം നടന്നതായി സൂചിപ്പിക്കുന്നു. ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂട നടപടികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പ്രതിഷേധക്കാരെ കൊന്നൊടുക്കുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്.